സർ, കരിവന്നൂരിന്റെ കണ്ണുനീര് സുരേഷ് ഗോപി ഒപ്പി എന്ന് പറയുന്നു. അതിൽ എന്താണ് വാസ്തവം? 100% ശരിയാണ്. ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും നമ്മളങ്ങനെ കണ്ട് പഴകിയിട്ടില്ലാത്തൊരു കാര്യം നടന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ ഓഫീസിൽ വാർത്താസമ്മേളനം നടത്തുന്നു. വാർത്താസമ്മേളനം നടത്തിയിട്ട് കാരക്കോണത്തെ ഈ തട്ടിപ്പിലിരയായ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട തുക DD ആയിട്ട് ED കൊടുക്കുന്നു. ED അല്ല തട്ടിപ്പിച്ചത്, നാട്ടിലുള്ള ഒരു തട്ടിപ്പ് നടത്തി അവർ തട്ടിപ്പ് നടത്തിയതിൻ്റെ തുക വീണ്ടെടുത്ത് തട്ടിപ്പിനിരയായ ആളുകൾക്ക് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ തട്ടിപ്പ് കേസ് ഉണ്ടായിട്ടുണ്ട്. ആട് തേക്കും, വാഞ്ചിയം തുടങ്ങി ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. ഇതൊക്കെ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അവസാനം കേസായി. പ്രതികൾക്കെതിരെ കേസ് ഇപ്പോൾ ആട് തേക്കും വാഞ്ചിയം കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ചില കേസുകൾ കഴിഞ്ഞ് ഞാൻ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നോക്കുമ്പോൾ അപ്പോഴും അവിടെ ആട് തേക്കും വാഞ്ചിയം കേസ് അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന റോയ് കുര്യാക്കോസ്, എൻ്റെ സുഹൃത്താണ് റോയ് കുര്യാക്കോസ്, പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു. എത്ര വർഷമായി? അതിൽ പണം പോയവരുടെയൊക്കെ പണം പോയി. അപ്പോൾ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു കേസിൽ അതിലെ ഇരകൾക്ക് അന്വേഷണ ഏജൻസിയായ ED കാശ് കൊടുക്കുന്നു. കാശ് കൊടുത്തിട്ട് ED ഇപ്പോൾ പറയുകയാണ്, കരുവന്നൂർ കരുവന്നൂർ കേസിൽ 128 കോടി ഈ തട്ടിപ്പുകാരായ CPM നേതാക്കൾ, ബാങ്കുകാർ, ഇവരുടെയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ കാശ് കരുവന്നൂരെ തട്ടിപ്പുകാർക്ക് കൊടുക്കാൻ പോവാണ്. PMLA കോടതിയിലേക്ക് ചെന്നാൽ മതി. അവിടെ പോയി നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട തുക DD ആയിട്ട് തരും. ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ സാധാരണ ധന്യപ്പോൾ നടന്നു പോവുക, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് നമ്മുടെ സിനിമാ മോഡൽ ധന്യയുടെ മാല മോഷ്ടിച്ചു, കൈയോടെ പിടിച്ചു. അവനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ധന്യയുടെ മാല കിട്ടൂല. മാല കേസിലെ തൊണ്ടിയാണല്ലേ. ഇനി കേസ് ഏത് കാലത്ത് തീരുന്നോ അന്നേ ധന്യയുടെ മാല കിട്ടത്തുള്ളൂ. പക്ഷേ EDയുടെ കരുവന്നൂർ കേസ്, കാരക്കോണം കേസ് തീർന്നിട്ടില്ല. കേസിലെ പ്രതികൾക്കെതിരെയുള്ള വിചാരണ തുടരും. പക്ഷേ അതിനു മുമ്പ് തന്നെ അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുത്ത് ലേലം ചെയ്ത് ED എന്ത് ചെയ്യുന്നു? ഈ നഷ്ടപ്പെട്ടു പോയവർക്ക് കാശ് കൊടുക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ വലിപ്പം. സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥാനാർത്ഥിയാവുന്നു. തൃശ്ശൂരാണല്ലോ സുരേഷ് ഗോപിയുടെ തട്ടകം. കാലങ്ങളായി അദ്ദേഹം കാണുന്നുണ്ട് ഈ കരുവന്നൂർ കേസിൽ ഇരയായ പാവപ്പെട്ട മനുഷ്യരുടെ ശമ്പളം, പെൻഷൻ കിട്ടിയ കാശ്, ശമ്പളക്കാശ് സുരുക്കൂട്ടിയത്, കൂലിപ്പണിക്കാരുടെ കാശ്, ഇങ്ങനെ 1000-ഉം 10,000-ഉം ലക്ഷവും ഒക്കെ ആയിട്ട് കരുവന്നൂർ ബാങ്കിൽ പണമിട്ടിട്ട് ചികിത്സിക്കാൻ മരുന്നില്ലാതെ, മകളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ, ഇങ്ങനെ ഒരു കാര്യവും നടക്കാതെ പാവപ്പെട്ട സാധുക്കളായ മനുഷ്യർ കഷ്ടപ്പെടുമായിരുന്നു. അതിനെതിരെ CPMനെതിരെ സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തി. അതിനെയൊക്കെ പദയാത്ര എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളുണ്ട്, മാധ്യമങ്ങൾ വരെ. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരു സജീവ രാഷ്ട്രീയക്കാരൻ, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു സിനിമ നടൻ, അദ്ദേഹം കിലോമീറ്ററുകളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നടന്നപ്പോൾ അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. അതിനെപ്പോലും കളിയാക്കിയിട്ട് പദം ഒന്ന് പോയി എന്ന് പറഞ്ഞ് കളിയാക്കി ഇവിടുത്തെ ഇടതുപക്ഷക്കാർ. പക്ഷേ സുരേഷ് ഗോപി ആ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട മനുഷ്യർക്ക്, സർവീസ് സഹകരണ ബാങ്കുകളിലെ പാവപ്പെട്ട നിക്ഷേപർ, കള്ളപ്പണം കൊണ്ട് പാർക്ക് ചെയ്യുന്നവരല്ല, പാവപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി പണിയെടുത്തത്. സുരേഷ് ഗോപി ഇത് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഓർക്കുന്നില്ലേ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ സുരേഷ് ഗോപിയുടെയും പാലക്കാട് ചിറ്റൂരെ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പയിന് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഇവിടെ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പിനിരയായ ആളുകളുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കും. ഞാൻ അവരുടെ പൈസ പിടിച്ചെടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നോക്കണം, നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന്, കേരളത്തിൽ തന്നെ 10,000-കണക്കിന് സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും ഉണ്ട്. ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ എത്ര ലക്ഷം ഉണ്ടെന്നറിയില്ല. അപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു കരുവന്നൂർ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തെ ചെറിയൊരു ബാങ്കാണ്. അവിടുത്തെ 100 കോടിയുടെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അത്ര വലിയ തുകയൊന്നുമല്ല. കാരണം വലിയ കുംഭകോണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ വിഷയം പോലും പ്രധാനമന്ത്രി നേരിട്ട് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തത് എങ്ങനെയാണ്? പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാരാ? സുരേഷ് ഗോപിയാണ്. ഇതിനു വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യണം, പ്രധാനമന്ത്രി നേരിട്ട് അതിൽ ഇടപെടണം എന്ന് പറഞ്ഞ ആരാ? സുരേഷ് ഗോപിയാണ്. വെറുതെ വാക്കല്ല, ആ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വാക്ക് നടപ്പാകുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ, ED എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പിൻ്റെ കീഴിലല്ലേ, നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള വകുപ്പാണ് ED.
അവിടെ സമ്മർദ്ദം ചെലുത്തി നിരന്തരം അതിൻ്റെ നടപടിക്രമങ്ങൾ വിലയിരുത്തി അവസാനം ED കൊണ്ട് ഇത് ചെയ്യിച്ചു. സ്വത്തുവകകൾ പിടിച്ചെടുത്തു, ബാങ്കിലെ നിക്ഷേപങ്ങൾ പിടിച്ചെടുത്തു, CPM നേതാക്കന്മാരുടെയൊക്കെ അക്കൗണ്ടിലെ പൈസ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്തിട്ട് ഇനി കേസ് തീരട്ടെ, അന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ രോഗം വന്ന് മരിച്ചു പോകും. മകളെ അയക്കാൻ നിവൃത്തിയില്ലാത്തവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ അവസ്ഥ ഉണ്ടാക്കാൻ കാത്തുനിന്നില്ല. നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ട്, അതാണ് നിലവിലുള്ള PMLA നിയമത്തിൽ ഭേദഗതി പോലും വരുത്തിയിട്ട് അവരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എടുപ്പിച്ചു. അത് ആരുടെ എടുക്കുക? സുരേഷ് ഗോപിയുടെ മാത്രം ക്രെഡിറ്റാണ്. നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല ED എന്ന് പറഞ്ഞാൽ ആൾക്ക് പേടിയാണ്. പക്ഷേ ED പോലെയുള്ള ഒരു ഏജൻസി, ഒരു കേന്ദ്ര ഏജൻസി വന്നിട്ട് അവരുടെ കേസ് തീരുന്ന മുറയ്ക്ക് നിങ്ങളെ സഹായിക്കാമെന്നല്ല, കേസിൻ്റെ നടപടിക്രമങ്ങൾക്കിടയിൽ ഈ ജനങ്ങളുടെ കൊള്ളയടിച്ച പണം തിരിച്ചെടുത്ത് അത് അർഹതപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണെന്ന് കണ്ടത്. ED അത് പത്രസമ്മേളനം വിളിച്ച് തന്നെ നടത്തിയത് ഒരു മഹത്തായ കാര്യമാണ്. കാരണം ED എന്ന് പറഞ്ഞ ഏജൻസിയെക്കുറിച്ച് എന്താ അവർ പറയുന്നത്? BJPയുടെ ചട്ടുകമായി എതിരാളികളെ തകർക്കാൻ നടക്കുന്നവർത്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത്. പക്ഷേ ഈ കേരളത്തിൽ തന്നെ ED ഒരു മാതൃക കാണിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ച 2 സ്ഥാപനങ്ങളുടെ പിടിച്ചെടുത്ത തുകയിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ED ഇന്ന് കാണിച്ച മാതൃക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുവർണ നിമിഷമാണ്. കാരണം ഇനിയിപ്പോൾ പ്രതീക്ഷയുണ്ട്. നമുക്കൊരു ധനകാര്യ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്ക്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു തട്ടിപ്പ് കമ്പനി നമ്മളുടെ പണം നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മളെ കൊള്ളയടിച്ചാൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കാര്യമില്ല, കേരള പോലീസിനെ കൊണ്ട് കാര്യമില്ല. ആകെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏജൻസിയായിട്ട് ആര് മാറിയിരിക്കുന്നു? ED മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ജനങ്ങൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു നടപടിയാണ് EDയുടെ ഭാഗത്തുണ്ടായത്. സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിന് കടപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ പൂരത്തിന് എഴുന്നള്ളി നിൽക്കുന്ന ആനയെപ്പോലെ നിൽക്കുന്ന ഒരു പ്രകൃതമുള്ളൊരു മനുഷ്യനുണ്ട്. നല്ല ഭീമാകാരനായ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര ഇളനീര് പോലെയുള്ളൊരു മനസ്സാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്, രാഷ്ട്രീയക്കാരനാവണമെന്ന് തീരുമാനിക്കുന്നതിനും എത്രയോ കാലം മുമ്പാണ് എൻമകജെ ഗ്രാമത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാനൊക്കെ പോയൊരു സുരേഷ് ഗോപിയെ നമുക്കറിയാം. സുരേഷ് ഗോപി അന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പം സുരേഷ് ഗോപി പ്രിയപ്പെട്ടവനല്ലാത്തതിന് ഒരു കാരണം സുരേഷ് ഗോപി BJPക്കാരനായി എന്നുള്ള. രണ്ടാമത്തെ കാരണം സുരേഷ് ഗോപി ഒരു വലിയ തെറ്റ് ചെയ്തു. ഒരിക്കലും കേരളത്തിലെ ഇടത്ത് ജിഹാദി മനസ്സിന് പൊറുക്കാൻ പറ്റാത്ത മഹാപരാധം സുരേഷ് ഗോപി ചെയ്തു. എന്താണെന്നറിയോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. സഹിക്കുമോ? ചങ്ക് പൊട്ടിപ്പോയി. ആ ചങ്ക് പൊട്ടലിൻ്റെ ആഘാതത്തിൽ നിന്നാണ് സുരേഷ് ഗോപിയെ നിരന്തരം ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ചിന്തിക്കുന്നു, എത്രമാത്രം എഫോർട്ട് എടുക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ്, അടയാളമാണ്, നേർസാക്ഷ്യമാണ് ഇന്ന് EDയിലൂടെ കണ്ടത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ സമ്മർദ്ദം ആരുടെ അടുത്തുണ്ടായി? പ്രധാനമന്ത്രിയുടെ അടുത്തായി. മോദിക്ക് എപ്പോഴും ഒരു അച്ഛൻ്റെ വാത്സല്യമുണ്ട്, അല്ലേ? സാധാരണപ്പെട്ട അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി വഡോദര റെയിൽവേ സ്റ്റേഷനിൽ ചായ വെച്ച് നടന്ന ഒരാളാണ്. ഒരു ചായത്തട്ടിൽ നിന്ന് ഒരു ചായ മറിഞ്ഞു പോയാൽ നഷ്ടപ്പെടുന്ന പൈസ ഓർത്ത് ഒരുപക്ഷെ മോദി എപ്പോഴെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. കാരണം കടക്കാരൻ ചായ വിൽക്കാൻ ഏൽപ്പിക്കല്ലേ. അപ്പോൾ ഒരു തട്ടത്തിനകത്ത് 10 ചായ ഉണ്ട്, 2 എണ്ണം മറിഞ്ഞു പോയാൽ അതിന് സമാധാനം പറയേണ്ടത് ഈ ചായ തൂക്കമായി പോകുന്ന ആളാണ്. അങ്ങനെ ഏറ്റവും സാധാരണ ജനത്തിൻ്റെ ഭാഗമായി നിന്ന് സാധാരണ തൊഴിൽ ചെയ്ത് ജീവിച്ച ഒരാൾക്ക്, സാധാരണ മനുഷ്യൻ ഈ ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടി വെക്കുന്ന പണം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു വേദന മനസ്സിലാവും. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ നരേന്ദ്രമോദി സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, കൊള്ളയടിച്ചുകൊണ്ട് പോയ പണം കേസിൻ്റെ നടപടികൾ തീരുന്നതിന് മുമ്പ്, കേസിന് നടക്കും, ഇവരെ വിചാരണ ചെയ്യും, ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കേസ് നടപടി തീരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഇരകൾക്ക് എത്രയും പെട്ടെന്ന്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസമായില്ല, അല്ലേ? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് മോദി പറഞ്ഞത് ഈ പണം തിരിച്ചു കൊടുക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുന്നു. നമുക്ക് നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രി എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ഈയൊരു മാതൃക ഇനിയിപ്പോൾ ED എല്ലായിടത്തും ചെയ്യുമായിരിക്കും. ഇന്ത്യ മുഴുവൻ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യ മുഴുവൻ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഇരകളാക്കപ്പെടുന്നവർക്ക് നീതി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ തടിയനായ ഒരു മനുഷ്യനുണ്ട്, അല്ലേ? ആ സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ കരുതൽ, അദ്ദേഹത്തിൻ്റെ സ്നേഹം കരുവന്നൂരിന് മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ കിട്ടാൻ പോവാണ്. നമുക്ക് സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും.